ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ പപ്പ 2K23. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൂവക്കിഴങ്ങ് എങ്ങനെ വേവിക്കാം, കുക്കറിൽ എളുപ്പത്തിൽ എങ്ങനെ വേവിക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് കൂവക്കിഴങ്ങ്. ഇതിൻ്റെ മണ്ടയ്ക്കൊരു തൊലി കണ്ടോ? ഈ തൊലി നമ്മൾ കൈകൊണ്ട് ഇളക്കി മാറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ പിച്ചാത്തി കൊണ്ട് ചുരണ്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമേ. ഇതിപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. കൈ കൊണ്ട് ഇളക്കി മാറ്റിയാലും കുഴപ്പമില്ല. അങ്ങനെ ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറേ നാളെ വീഡിയോ കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് ഞാനിപ്പോൾ മൊത്തം ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ചിലതിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് പോലെ വീണിട്ടുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിച്ചാത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുരണ്ടി എടുക്കാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ മണ്ണെല്ലാം കളയുന്ന രീതിയിൽ കുറേ വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ട് ഇത് മുങ്ങി നിൽക്കുന്ന വെള്ളം വേണം. കുക്കറിനകത്ത് അത്യാവശ്യം നല്ല പോലെ ഇത് വേവുള്ള സാധനം. ഇപ്പം നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂറൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രമേ ഇത് വേവത്തുള്ളൂ. അപ്പം ഇത് മുങ്ങി നിൽക്കുന്ന വെള്ളം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. നോർമലി ഇത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതിന് ശേഷം അടച്ചിട്ട് ഒരു 10-17 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വേവിക്കാം. ഇതിപ്പം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ അപ്പം ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വെള്ളത്തിൽ നിന്ന് ഊറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കയറി പിടിക്കും. അപ്പോൾ ഇത് ഊറ്റിയെടുത്ത് കഴിഞ്ഞ് ഞാൻ സെർവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോകാനോ അല്ലെങ്കിൽ കുറഞ്ഞു പോകാനോ ചാൻസ് ഉണ്ട്. ഇത് അകം ഒടിച്ചപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കൂവക്കിഴങ്ങ് കുക്കറിനകത്ത് വേവിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.